നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു. പുലർച്ചെ സേലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത്. അപകടത്തിൽ വാഹനം ഭാഗികമായി തകരുകയും ഷൈനും അമ്മയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തു. മകന്റെ ഒരു സുഹൃത്തായി ഒപ്പം ഉണ്ടായിരുന്ന ഒരു അച്ഛനായിരുന്നു ചാക്കോ. ഏറ്റവും ഒടുവിലത്തെ യാത്രയിലും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ ഹൊഗ്നക്കലിൽ വെച്ച് പുലർച്ചെ 6 മണിയോടെയാണ് അപകടമുണ്ടായത് എന്നാണ് വിവരങ്ങൾ. ഷൈനെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷൈനും അമ്മയും അച്ഛനും ഒരു സഹായിയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരങ്ങൾ. ഷൈന്റെ അമ്മയ്ക്കും പരിക്കുണ്ട്. ചികിത്സാർത്ഥം ബാംഗ്ലൂരു പോയി മടങ്ങവെയാണ് അപകടമുണ്ടായത്. മകന്റെ വളർച്ചയിൽ ഏറെ അഭിമാനിച്ച ഒരു അച്ഛനായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പ്രിയ അച്ഛൻ ചാക്കോ. 10 വർഷങ്ങളിൽ കൂടുതലായി ഷൈന്റെ പേരിലുണ്ടായിരുന്ന കൊക്കൈൻ കേസ് നടത്താൻ എപ്പോഴും മുൻപിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എത്ര വർഷമെടുത്താണെങ്കിലും മകന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന ഉത്തമ ബോധ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും. പിന്നീട് മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം വഹിച്ച പങ്കും ചെറുതല്ല. ഏറ്റവും ഒടുവിൽ മരണത്തിലേക്ക് പോകുമ്പോഴും മകന്റെ ആവശ്യത്തിനായുള്ള യാത്രയായിരുന്നു. മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് ഷൈന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഷൈനും ഡാഡിയും മമ്മിയും ആയിരുന്നു എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നത്. അപകടത്തിൽ ചാക്കോ മരണപ്പെടുകയും ഷൈനും അമ്മയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തു. കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ ഷൈൻ എന്ന് മുൻപിലാണ് എന്നാണ് അച്ഛൻ എപ്പോഴും മാധ്യമങ്ങളോട് പറയാറുള്ളത്. ഏറ്റവും ഒടുവിൽ ഷൈന്റെ പേരിൽ ഒരു കേസ് കൂടി വന്നപ്പോഴും ഉറച്ച സ്വരത്തോടെ അദ്ദേഹം പറഞ്ഞതും മകന്റെ ഭാഗമാണ്. ഷൈന്റെ അച്ഛനാണെങ്കിലും ഞാൻ ഷൈന്റെ മാനേജറാണ് എന്ന് അടുത്തിടെയും അഭിമാനത്തോടെ ചാക്കോ പറഞ്ഞിരുന്നു. അതേസമയം കൊക്കൈൻ കേസിൽ പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റേഷന് താഴെ കണ്ണുനീർ പൊഴിച്ചു നിന്ന അച്ഛന്റെ മുഖം ഇന്നും ഹൃദയത്തിൽ വേദനയാണ് എന്ന് അടുത്തിടെയാണ് ഷൈൻ പറഞ്ഞത്. ഡാഡിക്കും മമ്മിക്കും മൂത്ത മകനായി ജനിച്ച ഷൈൻ ഒരു നല്ല മകനാണ് എന്ന് ചാക്കോ എന്നും മാധ്യമങ്ങളോട് പറയാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കാരണം ഇല്ലാത്ത കുറ്റങ്ങളൊക്കെയും എന്റെ മാതാപിതാക്കന്മാർ കേട്ടിട്ടുണ്ട് എന്നും അതിന്റെ കുറ്റബോധം തന്നെ വേട്ടയാടിയ കാര്യമൊക്കെ ഷൈനും പല അവസരത്തിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്ന് കേസിൽ തന്റെ മകനെ കുടുക്കിയതാണെന്ന് പലവട്ടമാണ് ചാക്കോ പറഞ്ഞത്. അവൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല. ഒരു സിഗരറ്റ് പോലും വലിച്ചു ഞാൻ കണ്ടിട്ടില്ല. അവന്റെ വളർച്ചയിൽ ആരോ കുടുക്കിയതാണ് എന്നും 10 വർഷം പത്മവ്യൂഹത്തിലായിരുന്നു എന്നുമായിരുന്നു ചാക്കോയുടെ പ്രതികരണം. കരിയറിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തളർത്താനാണ് പലരും ശ്രമിച്ചത് എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഷൈന്റെ സിനിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും ചാക്കോ ആയിരുന്നു. ഈ അടുത്താണ് സിനിമയുടെ പ്രൊഡക്ഷൻ കൂടി ഷൈന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. അതിനും മേൽനോട്ടം വഹിച്ചതും ചാക്കോ ആയിരുന്നു. ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിലെ കഞ്ചാവ് കടത്തിനെ കുറിച്ച് ചില വിവരങ്ങൾ കൈമാറിയതായി നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് പ്രമുഖ നടന് വേണ്ടിയാണെന്ന് ഷൈൻ പറഞ്ഞതായും വിവരമുണ്ടായിരുന്നു. മൊഴിയുടെ നിജസ്ഥിതി ചോദിച്ചറിയാൻ കൂടിയാണ് ഷൈനെ അന്ന് ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതികളിൽ ഒരാളായിരുന്നു തസ്ലിമ സുൽത്താന. ഈ കേസിൽ തസ്ലിമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, സുഹൃത്തായ ഫിറോസ് എന്നിവരും എക്സൈസിന്റെ പിടിയിലായിരുന്നു. റിസോർട്ടിൽ ലഹരി ഇടപാടിന് എത്തിയപ്പോൾ തസ്ലിമയും ഫിറോസുമാണ് ആദ്യം എക്സൈസിന്റെ പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി തുടങ്ങിയവർക്ക് ലഹരി എത്തിച്ചു നൽകാറുണ്ട് എന്നും തസ്ലിമ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.